Meet the editors. ചോദ്യം ഇതാണ്: ജാതി നോക്കി വിലക്കിയതു. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ പ്രോട്ടേം സ്പീക്കർ എന്നുള്ളത് ഒരു ഭരണഘടനാപരമായ പദവിയല്ലല്ലോ. അത് ഹാൻഡ് ബുക്കിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ കൺവെൻഷനുകൾ അനുസരിച്ച് വരുന്നതാണ്. മുമ്പും 3 തവണ ആ കൺവെൻഷൻ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയത് 2 തവണ, 1956-ലും 1977-ലും, പിന്നീട് മനേകാഗാന്ധിയുടെ കാര്യത്തിൽ 2019-ലും. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊരു വിവാദമായിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ വിജയിച്ചു വരുന്നു, മറുഭാഗത്ത് നിൽക്കുന്നയാളാവട്ടെ 7 തവണ മാത്രമാണ്. കിരൺ റിജ്ജു സാങ്കേതികമായ ഒരു ന്യായം പറയുന്നുണ്ട്. പക്ഷേ ഉയർന്നിരിക്കുന്ന വിമർശനം ജാതി നോക്കി വിലക്കിയെന്നാണ്. ആണോ? നോക്കൂ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ BJPക്ക് പാർലമെൻറ്റിനോടുള്ളൊരു പൊതു സമീപനത്തിൻ്റെ പ്രശ്നമായി കൂടി ഞാൻ ഇതിനെ കാണുന്നുണ്ട്. അപ്പം എന്താണ് പാർലമെൻ്റ് എന്ന് പറയുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ സമ്മേളിക്കുന്ന ഒരു ഇടമാണ്, അല്ലേ? അവിടെ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിനോ മാത്രമായി ആധിപത്യത്തിൽ നിൽക്കാൻ കഴിയില്ല. അത് ഒരു ബഹുസ്വരതയുടെ ഇടമാണ്. ഞാൻ പറയുന്നത് അതൊരു പൊതു ഇടമാണ്, അതൊരു സ്വകാര്യ ഇടമല്ല. എന്നാൽ എന്താണ് കഴിഞ്ഞ 1 വർഷമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ രീതിയിലൊക്കെയുള്ള നിലപാടുകൾ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 2023 മെയ് 28 ഇന്ത്യൻ പാർലമെൻറ്റിൽ സംഭവിച്ചത് എന്താണ്? അന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായി ഞാൻ ആ ദിവസത്തെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു വോട്ടർ എന്ന നിലയിൽ. ആ സാങ്ക്ടിറ്റി മുഴുവൻ ചോദ്യം ചെയ്യപ്പെട്ട ദിവസമാണ് 2023 മെയ് 28. അന്നാണ് ചെങ്കോല് നരേന്ദ്രമോദി ഈ പാർലമെൻറ്റിൽ സ്ഥാപിക്കുന്നത്. എന്താണ് ഈ ചെങ്കോൽ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ചെങ്കോൽ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സിംബലാണ്, ഒരു ദൈവീകമായ ചിഹ്നമാണ്. ഹിന്ദു രാജാക്കന്മാർ അവരുടെ പ്രജകളെ ഭരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് ധാർമ്മിക അവകാശമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനായി കാണിച്ചൊരു കാര്യമാണ് ഈ ചെങ്കോൽ എന്ന് പറയുന്നത്. ആ ചെങ്കോല് ദൈവം ഞങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാൻ അവകാശമുണ്ട്. ഇതാണ് ഹിന്ദു രാജാക്കന്മാർ പ്രജകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ അധിക ദൂരമൊന്നും പോകണ്ട. ഈ കന്യാകുമാരിയിൽ പോയാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു ഓയിൽ പെയിൻറ്റിംഗ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങിൽ മധുര മീനാക്ഷി എന്ന് പറയുന്ന ദേവത അന്നത്തെ മധുര രാജാവിന് ഒരു ചെങ്കോല് കൈമാറുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ആ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ രാജാധികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അന്ന് ഏറ്റവും അവസാനമായി യൂണിയനിൽ ചേർന്ന രാജ്യം ഏതാ? തിരുവിതാംകൂറാണ്, നാട്ടുരാജ്യം എന്നുള്ളതിലേക്ക്. എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ അത് ചേരാൻ വിസമ്മതിച്ചത്? വിസമ്മതിച്ച ഒറ്റ കാര്യമുള്ളൂ, തിരുവിതാംകൂർ എന്ന് പറയുന്നത് ശ്രീപത്മനാഭൻ്റെ രാജ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീപത്മനാഭൻ ഒരിക്കൽ പോലും ഈ പറയുന്ന ഇന്ത്യയിലെ മറ്റൊരു അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ കഴിയില്ല. ഇതാണ് അന്ന് തിരുവിതാംകൂർ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ തിരിച്ചു ചോദിച്ചതായിട്ട് KR നാരായണൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ശ്രീപത്മനാഭന്, നിങ്ങളീ പറയുന്ന ശ്രീപത്മനാഭന് ബ്രിട്ടീഷ് വൈസ്രോയിമാരെ അനുസരിക്കാമായിരുന്നു, അവരുടെ കീഴിൽ ജീവിക്കാമായിരുന്നു എന്ന് തിരിച്ചു ചോദിച്ചതായിട്ട് പറയുന്നത്. കാരണം വെച്ചാൽ സ്വാതിരുന്നാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ ശ്രീപത്മനാഭദാസനല്ല, മറിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദാസനാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ചരിത്രം മനസ്സിലാക്കേണ്ടത് ഈ രാജാധികാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ചെങ്കോലുള്ളത്. ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്? ഞാൻ തന്നെ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നാണ്. അതായത് ഈ പറയുന്ന ചെങ്കോല് സ്ഥാപിച്ചതിന് ശേഷം ഒരു 300 സീറ്റിന് മുകളിലാണ് BJPക്ക് അധികാരം കിട്ടുന്നതെങ്കിൽ പാർലമെൻറ്റ് തന്നെ കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിന് പറ്റിയൊരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ചെങ്കോല് സ്ഥാപിച്ചു, ദൈവികമായ പിന്നെ അനുഗ്രഹത്താൽ ഞാൻ ഇനിയിപ്പോൾ ഒരു പ്രതിപുരുഷനായി ഭരിക്കാൻ പോകുന്നു. പാർലമെൻറ്റിനോടുള്ളൊരു സമീപനം ഇതൊക്കെയാണെന്നേ. അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധാനമാണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ കാണുകയും അത് ഹിന്ദുത്വ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനും അതിന് പറ്റുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് BJPയുടെ ഒരു രീതിയാണ്. ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യം തന്നെ. ഇപ്പോൾ ഏറ്റവും അവസാനം ബജറ്റ് സെഷനിൽ 146 MP-മാരെയാണ്, പ്രതിപക്ഷത്തിൽ നിന്നുള്ള 146 MP-മാരെയാണ് ഒറ്റയടിക്ക് പുറത്താക്കുന്നത്. അതിൽ 100 പേരെന്ന് പറയുന്നത് ലോക്സഭയിൽ നിന്നാണ്, 46 പേര് രാജ്യസഭയിൽ നിന്ന്. രാജ്യസഭ അവിടെ നിൽക്കട്ടെ, ഈ 100 പേരെന്ന് പറയുന്നത് ലോക്സഭയിൽ എത്രയാണ് പ്രതിപക്ഷത്തിൻ്റെ അംഗത്വം? 142 പേരാകെയുള്ളത്. അതായത് 2/3 പ്രതിപക്ഷത്തെയും പുറത്താക്കുന്നു. നിങ്ങൾ ഒരു MP-യെ പുറത്താക്കുമ്പോൾ, അല്ലെങ്കിൽ 100 MP-മാരെ പുറത്താക്കുമ്പോൾ, അവർ പ്രതിനിധീകരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെയാണ് പുറത്തു നിർത്തുന്നത്, അവരുടെ അഭിപ്രായത്തെയാണ് പുറത്തു നിർത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷം വേണ്ട. ഈ രീതിയിലാണ് പാർലമെൻറ്റിനോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ലളിതമല്ല. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പം എന്താ അവസ്ഥ?
എൻ ഡി എയുടെ അവസ്ഥ എന്ന് പറയുന്നത് 293 അവരുടെ അംഗബലം എന്ന് പറയുന്നത്. അപ്പുറത്ത് എത്ര പേരാ ഉള്ളത്? 250 പേരാ ഉള്ളത്. 250 പേരെന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സ് അല്ല. അതിൽ തന്നെ BJP ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ന്യൂനപക്ഷവുമാണ്, 240 ഉള്ളൂ. അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത് പ്രതിപക്ഷം. നമുക്കറിയാലോ 2014 മുതൽ ഇങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാവില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് എടുത്താൽ 1952 നെഹ്റുവിൻ്റെ പാർലമെന്റ് എടുത്താൽ 489 പേരാണ് അന്ന് പാർലമെന്റിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ 473 പേരും കോൺഗ്രസ്സുകാരാ. ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ അപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടിയായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനാകെപ്പാടെ ഉണ്ടായിരുന്ന 16 MP-മാരാണ്. അന്ന് പോലും ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്? 16 MP-മാരെ അവർക്കുള്ളൂ, പക്ഷേ അവിടെ നിന്നൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം എന്നാണ്. അങ്ങനെയാണ് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവാകുന്നത്. നോക്കൂ, ഇതാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ നിന്നൊക്കെ നമ്മൾ പാർലമെന്റിനെ പറയുകയും ആ പാർലമെന്റിൻ്റെ ശ്രീകോവിലിന് മുൻപ് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഭരണഘടനയെടുത്ത് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുമ്പോഴാണ് ഉന്നതമായ ജനാധിപത്യം പുലരുക. ഇപ്പോൾ മോഹൻ ഭഗവത് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? രാജ്യത്തൊരു ഒപ്പോസിഷൻ വേണം എന്നാണ്. നമ്മൾ പറയുന്നത് കേൾക്കണ്ട. RSSൻ്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, 10 ദിവസം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ രാജ്യത്തൊരു പ്രതിപക്ഷം വേണം, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എപ്പോഴും നമ്മൾ മാത്രമാണ് ശരിയെന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ശരിയെന്നും വാശി പിടിക്കാതെ ഏതൊരു വിഷയത്തിലും മറ്റൊരു അഭിപ്രായം കൂടിയുണ്ടെന്നും ആ അഭിപ്രായത്തെ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും മോദിയെ ഉപദേശിച്ചത് ഈ പറയുന്ന മോഹൻ ഭഗവത് തന്നെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ആ പ്രസംഗമെങ്കിലും നരേന്ദ്രമോദി കേൾക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പം യഥാർത്ഥത്തിൽ ഒരു അയൺ ഹാൻഡാണ് പ്രയോഗിക്കുന്നതെന്നേ. ഈ രാജ്യത്ത് മറ്റ് പാർട്ടികളെയൊന്നും ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആരുടെയും മുഖം ഞങ്ങൾ നോക്കില്ല, ആരുടെയും അഭിപ്രായത്തെ പരിഗണിക്കത്തില്ല, ഈ രീതിയിലുള്ളൊരു സമീപനത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ BJP കാണിച്ചിരിക്കുന്നത്. എന്താണ് പ്രോട്ടം സ്പീക്കറായിട്ട് 2 ദിവസം മാത്രമാണല്ലോ ഈ പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്ന ആൾക്കുള്ള ചുമതല എന്ന് പറയുന്നത്. അത് തന്നെ ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണല്ലോ. അതിനപ്പുറത്ത് വേറൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലല്ലോ. തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. അതിൽ പോലും വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും, ഞങ്ങളൊരു ന്യൂനപക്ഷമാണ് എങ്കിലും, ഞങ്ങൾ ഇനിയും നിങ്ങളെ കണക്കിലെടുക്കാൻ പോകുന്നില്ല എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ സമീപനമായിട്ടാണ് ഞാനിതിനെ ഒരു എന്താ പറയുക, ജനാധിപത്യത്തെ പരിഹസിക്കുന്ന, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിൽ ഏത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ ആശയത്തെ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനമായിട്ടാണ് അത് തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ കാരണം. അവരുടെ ഒരു ന്യൂനപക്ഷം, അവർ ന്യൂനപക്ഷമാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിപ്പോൾ 2014-ലെയും 2019-ൻ്റെയും തുടർച്ച തന്നെയായിരിക്കും. ഫെബ്രുവരി 10 അവസാനം, ഈ വർഷം അവസാനം ഫെബ്രുവരി 10 ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടത് എന്താണെന്നറിയാമോ? അവസാനത്തെ ദിവസം, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ ദിവസം ഫെബ്രുവരി 10 ആയിരുന്നു. എന്തായിരുന്നു? ഇന്ത്യയിൽ അയോധ്യ ക്ഷേത്രം സ്ഥാപിച്ചതിനെ സംബന്ധിച്ചുള്ള പ്രമേയം പാസ്സാക്കിയിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പിരിയുന്നത്. 2 സഭകളും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ബഹുസ്വരതയും ബഹുമതവും നിലനിൽക്കുന്ന, ഫെഡറലിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു പാർലമെൻറ്റ് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 2 സഭകളിലും ഈ പറയുന്ന അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിച്ചതിനെ കൈയടിക്കുകയും ഇതാ ഒരു ന്യൂ എറ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഒരു പുതിയ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഒരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള പ്രമേയം പാസ്സാക്കി. ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഗ്രാൻഡ് നറേറ്റീവാണ്. ഇവിടെ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സവർണ ഹിന്ദുത്വ ആശയം തന്നെയാണ് BJPയുടെ എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. അവർ സമയാസമയം പോലെ ദളിതരെ കൂട്ടുനിർത്തും, അവർ സമയാസമയം പോലെ പിന്നോക്ക വിഭാഗങ്ങളെ കൂട്ടുനിർത്തും. ഇപ്പോഴും ജാതി സർവേ നടത്താൻ തയ്യാറല്ലല്ലോ, ജാതി സർവേ അംഗീകരിക്കുന്നില്ലല്ലോ. കാര്യം എന്താണ്? സവർണമായ വിശ്വാസങ്ങളും സവർണമായ ആചാരങ്ങളും സവർണമായ ആശയങ്ങളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഇവരിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അവർക്കൊരു കാരണവശാലും ജനാധിപത്യത്തെ ഒരു താല്പര്യമുള്ള ആളുകളല്ല. അവർ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻറ്റിനെ അനുസരിക്കുന്നവരല്ല, പാർലമെൻറ്റിനെ ബഹുമാനിക്കുന്നവരല്ല. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് കഴിഞ്ഞ 1 വർഷമായി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഒരു ദളിതനാണ് എന്നുള്ളത് പ്രശ്നം തന്നെയാണെന്നേ. അതൊന്നും ലളിതമായിട്ട് കാണണ്ട. ആ പ്രശ്നത്തെ ഈ പറയുന്ന എന്താണ് പിന്നെ മറ്റൊരു ഒരു നറേഷൻ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഭർത്തൃഹരി വരുന്നത് ഒഡീഷയിൽ നിന്നാണ്. ഭർത്തൃഹരിയുടെ 7 പ്രാവശ്യമായിട്ട് ഘട്ടത്തിൽ നിന്ന് തുടർച്ചയായിട്ട് വിജയിക്കുന്ന ആളാണ്. എന്നാണ് അദ്ദേഹം ഭർത്തൃഹരി പിന്നെ BJPയിൽ ജോയിൻ ചെയ്തത്? ഈ പറഞ്ഞ മാർച്ച് മാസം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. 2 സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ഒഡീഷക്കാർക്കൊരു എന്താ പറയുക, അവരെ ഒന്ന് ബഹുമാനിക്കുന്നു ഞാൻ, കാരണം BJPക്ക് അധികാരം കിട്ടിയ ഒരു സ്ഥലമാണ് ഒഡീഷ. 2, ഇനിയും വിഭജിച്ചു വരുന്നവർക്കൊക്കെ വലിയ വലിയ അധികാരങ്ങൾ നൽകും എന്നുള്ള സന്ദേശമുണ്ട് ഇതിനകത്ത്. ഞങ്ങൾ ഇനിയും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഇനിയും ഞങ്ങൾ പിളർത്തും ആളുകളെ. അങ്ങനെ വരുന്നവർക്കൊക്കെ ഞങ്ങൾ എന്ത് വില കൊടുത്തും വലിയ പദവികൾ നൽകുമെന്നൊരു സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജനാധിപത്യത്തെ അപഹസിക്കുന്ന, ജനാധിപത്യത്തെ മുഖവിലേക്കെടുക്കാത്ത, ജനാധിപത്യത്തെ ബഹുമാനിക്കാത്തൊരു സമീപനമാണ് ഈ സർക്കാർ തുടരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്.
ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. എഡിറ്റേഴ്സ് തുടരുന്നു. ജാതി നോക്കി വിലക്കിയതു എന്നാണ് ചോദ്യം. ജാതി നോക്കി തന്നെ വിലക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും ജാതി മാത്രമല്ല, അതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കാദ്യം ഈ പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്ന പദവിയും ആ പദവിയിൽ ഇതുവരെ നടന്നിരിക്കുന്ന കൺവെൻഷൻസും എന്താണ് എന്നുകൂടി പരിശോധിച്ച് മാത്രമേ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നത് പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കൂ. പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായൊരു പദവിയല്ല. അത് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലെ റൂൾ പ്രകാരം ഒരു ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോക്സഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രസിഡന്റിന് ഒരു പ്രോട്ടം സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് ഹാൻഡ് ബുക്കിൽ പറയുന്നു. അത് സീനിയോറിറ്റി നോക്കിയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രോട്ടം സ്പീക്കറുടെ ജോലി ആദ്യത്തെ 2 ദിവസങ്ങളിലേക്കായിരിക്കും, മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. അതായത് സ്പീക്കർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോട്ടം സ്പീക്കർ നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ പാനൽ ഓഫ് 3 മെമ്പേഴ്സിനെ ക്ഷണിക്കുകയും മറ്റ് MP-മാർക്ക് അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടതും. ഇതാണ് ഹാൻഡ് ബുക്കിൽ പറയുന്ന ചട്ടം. ആ ഹാൻഡ് ബുക്കിൽ പറയുന്ന ചട്ടം അനുസരിച്ച് സീനിയോറിറ്റി ഉള്ള നേതാവിനെയാണ് പ്രോട്ടം സ്പീക്കർ ആക്കേണ്ടതെങ്കിൽ ആ സീനിയോറിറ്റി എന്നുള്ളത് ആ ഹൗസിലെ അംഗത്വമെന്ന സീനിയോറിറ്റിയാണ്. അത് തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷിനാണുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 8 തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിൽ തന്നെ ഉണ്ടായിരുന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുത്തിരിക്കുന്ന കട്ടക്കിൽ നിന്നുള്ള MP-ക്ക് ആകെയുള്ളത് 7 ഘട്ടമായിട്ട് 7 തവണ ലോക്സഭാ അംഗത്വമായി എന്നുള്ള ഒരു ചരിത്രം മാത്രമാണ് ഭർതൃഹരി മത്തബിന്. അപ്പോൾ ഭർതൃഹരി മത്തബിന് എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് 7 തവണ മാത്രം സീനിയോറിറ്റിയുള്ള ഭർതൃഹരി മത്തബിന് കൊടുത്തത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രാഷ്ട്രീയം വിശാലമായ ജാതി രാഷ്ട്രീയത്തിൻ്റെ കൂടിയാണ്. നോക്കൂ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ ഒരാളുടെ അസാന്നിധ്യം നമ്മളെല്ലാവരും ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 പ്രകാരം ഒരു പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും ഒപ്പം തന്നെ ഹൗസ് ഓഫ് കോമൺസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ലോക്സഭയും നമ്മളുടെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്ന ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ്. അവിടെ പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ പാർലമെന്റ് അപൂർണമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 ചെങ്കോൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ എന്തുകൊണ്ടാണ് പ്രസിഡന്റിനെ നിങ്ങൾ ക്ഷണിക്കാഞ്ഞത്? പ്രധാനപ്പെട്ട ചോദ്യം. അയോധ്യയിൽ ഇനി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം എന്തുകൊണ്ടാണ് ഈ പ്രസിഡന്റിനെ നാമമാത്രമായിട്ടാണെങ്കിലും ഒന്ന് ക്ഷണിക്കാതെ പോയത്? ഈ 2 ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ശരിയാണ്, ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ ഒരു കീഴ്ജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു എന്നൊരാശയം കൊടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും വ്യവസ്ഥാപിതമായി ഒഴിവാക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു കപട രാഷ്ട്രീയമാണ് BJP പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയും, സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയും, സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ BJP പയറ്റിക്കൊണ്ടിരിക്കുന്ന ജാതി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ. അത് കേവലം വോട്ട് ബാങ്ക് അപ്പീസ്മെന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിനെ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ജാതി രാഷ്ട്രീയം അമ്പയെ പരാജയപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഉത്തർപ്രദേശിലേക്ക് മാത്രം നോക്കൂ, 17 SC സീറ്റുകളിൽ 17 റിസർവ്ഡ് സീറ്റുകളിൽ BJP കഴിഞ്ഞ തവണ 14 വിജയിച്ചു കയറിയതാണ്. 2014 17 റിസർവ് സീറ്റുകളും വിജയിച്ചു കയറിയതാണെങ്കിൽ ഇത്തവണ 8 സീറ്റുകളും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു BJPക്ക്. അവിടെ ബാക്കിയുള്ള 7 സീറ്റുകളും നേടിയിരിക്കുന്നത് ആരാണ്? BSP ആണ്. അവിടെ BSP ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം, ഒരു ജാതി രാഷ്ട്രീയ സമവാക്യം കൊണ്ടുവന്നിരിക്കുന്നു. ഈ PDS എന്ന് പറയുന്ന പിछड़ा ദളിത് അല്പസംഖ്യ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. അതായത് മുസ്ലിം യാദവ് എന്ന വോട്ട് ഫോർമുലയ്ക്കും അപ്പുറത്തേക്ക് SP കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ ഫോർമുല ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്തു എന്നത് മനസ്സിലാക്കുന്നു. ഒരേ സമയം തന്നെ മുന്നാക്ക ജാതി വിഭാഗത്തിലും BJPക്ക് പിന്തുണ കുറയുന്നു, അവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു. നോക്കൂ, എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത്? ഉത്തർപ്രദേശിൽ രജ്പുത്തും ബ്രാഹ്മണുകളും തമ്മിൽ സംഘർഷത്തിലാണ്. ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ രജ്പുത്തുകളും BJPയും തമ്മിൽ സംഘർഷത്തിലാണ്. ക്ഷത്രിയ സമാജം വിളിച്ചുകൊണ്ട് ഊരുവിലക്ക് നടത്തുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കയറാൻ കഴിയാത്ത ചില മേഖലകൾ കൊണ്ടുവരുന്നു. അവിടെ കോൺഗ്രസ് വിജയിച്ചു കയറുന്നു എന്നത് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരു സീറ്റിൽ ഹരിയാനയിലേക്ക് വന്നാൽ ജാട്ടും BJPയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ജാട്ടും രജപുത്തും ഒക്കെ തമ്മിലുള്ള സംഘർഷം BJPക്ക് മുന്നാക്ക രാഷ്ട്രീയത്തിൽ തലവേദനയാവുന്നു. അതിനെ അവർക്ക് ക്രമീകരിക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് ബീഹാറിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന RJDയെ ഇപ്പോൾ മുന്നണിയിൽ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. അത് BJPക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ഇവിടെ
ഇവിടെയാണ് പിന്നാക്ക രാഷ്ട്രീയത്തിൽ നേരത്തെ അവർ കൊണ്ടുവരുന്നിരിക്കുന്ന സർവ്വസമാജ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് അവിടെ SP കടന്നു കയറുന്നു. ആ SP കടന്നു കയറുമ്പോൾ ദളിത് വോട്ടുകൾ, ഈ യാദവേതര OBC വോട്ടുകൾ, ഇതെല്ലാം SP-ക്ക് പിന്നിലും കോൺഗ്രസിന് പിന്നിലും അണിനിരക്കുന്നത് കാണുന്നു. ഇങ്ങനെ ജാതി രാഷ്ട്രീയത്തിന്റെ തീച്ചൂളയിൽ ചൂടേറ്റിരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP പുലർത്തിക്കൊണ്ടുവരുന്ന പഴയ നയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതായത് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഇവിടെ ഈ സഭയിൽ തീർച്ചയായിട്ടും ഈ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് പ്രോട്ടം സ്പീക്കർ ആക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ദളിത് നേതാവ് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട്, അതും ഏത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട് 8 തവണ ലോക്സഭയിലേക്ക് എത്തി പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നത് ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. അദ്ദേഹം എത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് തുടർച്ചയായി 8 തവണ വിജയിച്ചു കയറിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. BJP ഇത് പറയുമ്പോൾ അയോധ്യയിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു, അയോധ്യയെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ച അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ അവതേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ് പരാജയപ്പെടുത്തിയത് ഒരു ഫോർവേഡ് കാസ്റ്റിനെയാണ്. അത് റിസർവ്ഡ് കാറ്റഗറി അല്ല, റിസർവ്ഡ് സീറ്റ് അല്ല എന്ന് ഓർമ്മിക്കണം. ജനറൽ സീറ്റിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത് നേതാവിന് വിജയിച്ചു കയറാൻ സാധിച്ചു എന്നുള്ളത് BJP സംബന്ധിച്ച് ചെറുതല്ലാത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് പോലും കൊടുക്കുന്ന പ്രതീകാത്മകമായ ഒന്നിനും തയ്യാറാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്ന രസകരമായ മറുപടി എന്താണ്? തുടർച്ചയായിട്ട് വിജയിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു കയറുമ്പോഴാണ് സീനിയോറിറ്റി വരുന്നത് എന്നാണ്. അങ്ങനെ ഹാൻഡ് ബുക്കിൻ്റെ റൂളിൽ ഏത് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു? ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആകെ പ്രയോഗിച്ചിരിക്കുന്നത് സീനിയോറിറ്റി എന്നത് മാത്രമാണ്. 8 തവണ ലോക്സഭയിൽ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ വിലക്കാൻ ഇതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നീട് ഒരു കാരണമുള്ളത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒഡീഷയിൽ നിന്ന് വരുന്ന BJD നേതാവായിരുന്ന ഈ ഭർത്തൃഹരി മത്താബിനെ BJPയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൺവെൻഷനുകൾ തെറ്റിച്ചുകൊണ്ട്, കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല. പിളർത്തി വരൂ, ഞങ്ങൾ സമ്മാനം തരാം എന്നതാണ് കൊടുക്കുന്ന സന്ദേശം. അപ്പോൾ ഒരു ഭാഗത്ത് ജാതി രാഷ്ട്രീയത്തിന് ചൂടറിഞ്ഞ BJPക്ക് ഇനി കോൺഗ്രസിന് ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജും ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാർലമെന്റിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ്, തുടർച്ചയായി ജയിച്ചു വന്ന നേതാവ്, ഒരു സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി പാർലമെന്റിൽ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതും BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJP അത് ചെയ്യാത്തത് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി പറയാം. ഇതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. 56-ൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 56-ൽ ഈ പറയുന്ന ചട്ടം തെറ്റിച്ചിട്ടുണ്ട്. 56-ൽ സർദാർ ഹുക്കം സിംഗ്, 77-ലേക്ക് എത്തുമ്പോൾ TD തിവാരി. ഈ 2 ഘട്ടങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ ഇന്നേ വരെ കൺവെൻഷനുകൾ തെറ്റിച്ചിട്ടേ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് മേനകാ ഗാന്ധിയുടെ കാര്യത്തിലാണെങ്കിലും അവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർ ഡിക്ലൈൻ ചെയ്തതുകൊണ്ടാണ് അന്ന് വീരേന്ദ്രകുമാറിനെ ക്ഷണിച്ചത് എന്നാണ്. 7 തവണ മന്ത്രിയായ, 7 തവണ MP ആയ വീരേന്ദ്രകുമാറിന് ഇത്തവണയും സാധ്യതയുണ്ട്. പക്ഷേ വീരേന്ദ്രകുമാർ എന്തായി? മന്ത്രിയായി. അതുകൊണ്ട് വീരേന്ദ്രകുമാറിന് സാധ്യതയില്ല. ഇല്ലെങ്കിൽ ഈ ചർച്ച ചോദിക്കുന്നില്ല, വീരേന്ദ്രകുമാർ സ്വാഭാവികമായും ആകും BJP പ്രതിനിധി കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അവിടെ വീരേന്ദ്രകുമാർ മന്ത്രിയാകുന്നതോടുകൂടി അടുത്ത അവസരം നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനാണ്. ആ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവസരം നിഷേധിച്ചത് സാമൂഹിക നീതിയുടെ ലംഘനമാണ്, പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ലംഘനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ആദ്യത്തെ സംഭവമല്ല. പ്രേക്ഷകർ ഒരുപക്ഷെ ചരിത്രം ഓർമ്മിച്ചാൽ 1949 ഡിസംബർ മാസം 11-ാം തീയതി ഡൽഹിയിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ പ്രതിഷേധം നടത്തുന്നത് RSS ആണ്. ആ പ്രതിഷേധം നടത്തുന്നത് ഇന്ത്യയിൽ അന്നത്തെ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അന്നത്തെ നിയമമന്ത്രിയും ശ്രമിക്കുന്നു. ആ അംബേദ്കറിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോലം കത്തിച്ചുകൊണ്ട് RSSന്റെ പ്രവർത്തകർ രാംലീല മൈതാനത്ത് നടത്തിയ ഒരു വലിയ റാലി ഉണ്ട് 1949 ഡിസംബർ മാസം 11-ാം തീയതി. അന്ന് അതിന് അധ്യക്ഷം വഹിച്ചിരുന്ന ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ പേര് കർപ്പാത്രി മഹാരാജ് എന്നാണ്. ആ കർപ്പാത്രി മഹാരാജ് പറഞ്ഞ വാചകം ഇതാണ്, അംബേദ്കറിനെ ചൂണ്ടിക്കൊണ്ട്: അയിത്തക്കാരനായ ഇയാൾക്ക് ബ്രാഹ്മണന്മാരുടെ ബിസിനസ്സിൽ ഇടപെടാനുള്ള ഒരവകാശവുമില്ല എന്ന് പറഞ്ഞത് ഈ കർപ്പാത്രി മഹാരാജാണ്. ഇന്ത്യൻ പാർലമെന്റിലെ നിയമമന്ത്രിയായ അംബേദ്കറിനെ ഒരു അയിത്തക്കാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് ഹിന്ദു കോഡ് ബില്ലിനെതിരെ പ്രതിഷേധിച്ച അതേ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് പ്രോട്ടം സ്പീക്കറായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രതിനിധിക്ക് അവിടെ ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ചു വന്ന സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെയും ആ സൗന്ദര്യത്തെയും നശിപ്പിച്ചത് അതേ രാഷ്ട്രീയ തുടർച്ചയാണ്. ആ സവർണ രാഷ്ട്രീയ ബോധമാണ് നിലവിൽ കൊടിക്കുന്നിൽ സുരേഷിനെ വിലക്കിയിരിക്കുന്നതും ഭർത്തൃഹരി മത്താബിനെ പ്രോട്ടം സ്പീക്കറാക്കി തീരുമാനിച്ചിരിക്കുന്നതുമാണ് എൻ്റെ ടേക്ക്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നശിപ്പിച്ചു, പാർലമെന്റിലെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയും മാന്യതയും നശിപ്പിച്ചു, കളങ്കപ്പെടുത്തി എന്നതാണ് എൻ്റെ ടേക്ക്. MV നികേഷ് കുമാർ.
ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണു പോകും. ഇപ്പോൾ കിരൺ റിജിജു പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ന്യായീകരണം തുടർച്ചയായി ജയിച്ചത് കൊണ്ടാണ് ഭർതൃഹരിയെ പ്രൊട്ടൈം സ്പീക്കറാക്കിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭയിൽ മനേകാ ഗാന്ധി പ്രൊട്ടൈം സ്പീക്കറായി വരുമ്പോൾ അവർ തുടർച്ചയായി ജയിച്ചവരല്ല. അവർ 1991 പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് പാർലമെൻറ്റ് തുടർച്ചയായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പോലും നടത്തിയില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് വന്നില്ല. ഇപ്പോൾ പ്രോട്ടൈം സ്പീക്കറിൻ്റെ കാര്യത്തിനകത്തും കീഴ്വഴക്കം ലംഘിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി പറയാവുന്നതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെയാണോ പാർലമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത് സമാനമായ വിധത്തിൽ തന്നെയാണ് ഈ 18ാം ലോക്സഭയും മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ്. നമുക്ക് ഇപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത് എന്താണ്? ഒരു പേഴ്സണാലിറ്റി കൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ തന്നെയും 84 ലക്ഷം ദൈവങ്ങളുള്ള ഒരു നാട്ടിൽ നരേന്ദ്രമോദി എന്ന ഏക ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുവേണ്ടി ഒരുപക്ഷെ സർക്കാർ പാരഫെർനാലിയ മുഴുവനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരുതരം എന്താ പറയുക മാസ് ഹിപ്നോസിസ് രൂപപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർലമെൻറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മോദി വിളികളാണ്. നരേന്ദ്രമോദി എൻട്രി ചെയ്യുന്ന സമയത്ത് മുൻപ് ഒരു കാലഘട്ടത്തിലും ഒരു നേതാവിനും കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഹിസ്റ്റീരിയ ആ പാർലമെൻറ്റിൽ സൃഷ്ടിച്ചു. പാർലമെൻറ്റിലെ ബില്ലുകൾ വന്നത് എങ്ങനെയാണ്? അമിത്ഷായുടെ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത കടലാസുകളാണ് അല്ലേ? അത് നേരത്തെ NDAയിൽ ചർച്ച ചെയ്യുകയോ BJPയിൽ ചർച്ച ചെയ്യുകയോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. നേരിട്ട് പാർലമെൻറ്റിൽ എത്തുകയാണ്. പാർലമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സബ്ജക്ട് കമ്മിറ്റി ഒന്നുമില്ല, നേരിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയാണ്, അതായത് ഒരു പാർലമെൻറ്റിനോടൊരു ബഹുമാനം കാണിക്കാതെ, ഒരു ആദരവ് കാണിക്കാതെ, ഒരു ഏകാധിപത്യ, ഒരു ഇലക്റ്റഡ് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലാണ് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം എടുത്താൽ, വ്യക്തിപരമായ കാര്യമാണ് എങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം എടുത്താൽ ഒരു മനുഷ്യരെ പോലെ ചിരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ള ആളായിട്ടാണോ നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയെ കാണുന്നത്? നരേന്ദ്രമോദിയെ എനിക്ക് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്ന ഘട്ടത്തിൽ തന്നെ ഈ അടുത്തറിയാം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ BJP ബീറ്റ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള നരേന്ദ്രമോദി ആയിരുന്നില്ല പിന്നീട് 2001 ഗുജറാത്തിലേക്ക് പോയിട്ടുള്ള നരേന്ദ്രമോദി. പിന്നീട് 2014 നരേന്ദ്രമോദി വന്നപ്പോഴേക്കും വേറൊരു PR പരിവേഷം നരേന്ദ്രമോദിയിലുണ്ടായി. ഉദാഹരണത്തിന് നമ്മൾ നരേന്ദ്രമോദിയെ നോക്കുക. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടോ അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷി നേതാക്കളോടോ ഒന്നും തന്നെ അദ്ദേഹം ഒരു തുറന്ന മനസ്സോടുകൂടി പെരുമാറുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ കാണുന്നില്ല. അതേസമയം എന്താ ഇപ്പോൾ 2 ഘടകകക്ഷികളോട് നരേന്ദ്രമോദി പെരുമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്ത് നോക്കൂ. ചന്ദ്രബാബു നായിഡുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. നിതീഷ് കുമാർ എന്തോ കയ്യിൽ തൊട്ടപ്പോഴൊക്കെ ഭയങ്കരമായി അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു. അപ്പോൾ നിതീഷ് കുമാർ വന്നു, കൈ തൊടുമ്പോഴേക്കും ചാടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾ വിദേശത്ത് നരേന്ദ്രമോദി പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ, നരേന്ദ്രമോദി സമ്പന്ന രാജ്യങ്ങളുടെ നേതാക്കന്മാരെ ആശ്ലേഷിക്കുന്നതും അവരെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയൊന്നും ഈ പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങളിലെ പ്രതിനിധികളോട് അദ്ദേഹം കാണിക്കുന്നില്ല. അങ്ങനെ ആയിപ്പോയി. ഒരുതരം എന്തോ ഒരു വ്യക്തികളോടും സ്വന്തം വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാനും ഒക്കെ പെടാപ്പാട് പെടുകയാണ് ആ മനുഷ്യൻ എന്നുള്ളതാണ്. ആ ഭരണാധികാരിയാണ് നമ്മൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിക്കണം എന്ന് പറയാതെ പറയുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹം ദൈവം ജൈവികമായി ജനിച്ച ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, അദ്ദേഹം ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ നിലയിലുള്ള ഒരു സർക്കാരിൻ്റെ സകല സ്വത്തുക്കളും ഉപയോഗിച്ച് ഏത് പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ പോയാലും നമ്മളെ തുറച്ചു നോക്കുന്ന നരേന്ദ്രമോദിയല്ലേ കാണുന്നത്. രാജ്യത്ത് എവിടെയായാലും ആ നിലയിലുള്ള ഒരു പാർലമെൻറ്റിനെ ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. അതായത് ഒരു മൈതാന പ്രാസംഗികൻ്റെ പോഡിയമായി
ആയിട്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം പാർലമെൻറ്റ് മാറി എന്നുള്ളതാണ്. നമുക്ക് വേറൊരു ഓപ്ഷനുമില്ല. പ്രതിപക്ഷം അംഗീകൃത പ്രതിപക്ഷമില്ല. ചെറിയ പ്രതിപക്ഷമായതുകൊണ്ട് വരിഞ്ഞ് മുറുക്കുന്ന ഭരണപക്ഷം ഉള്ളതുകൊണ്ടും ആ നിലയിൽ അമിത്ഷായുടെ ഒരു എന്താ പറയുക ഒരു അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ ഓം ബിർള അങ്ങനെയായിരുന്നു പാർലമെൻറ്റിനെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ദളിതനായതുകൊണ്ടാണോ എന്ന് വെച്ചാൽ ദളിതനായതുകൊണ്ട് തന്നെ എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല. ദളിതനായതുകൊണ്ട് തന്നെ എന്ന് ഞാൻ പറയാനുള്ള കാരണം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. അവരെ ഒരു വിധവയായിട്ടുള്ള ആൾ, ഒരു ആദിവാസി സ്ത്രീയായിട്ടുള്ള ആളായതുകൊണ്ട് അവരെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ചില്ലെന്നേ. അവരെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് കാണിച്ച വിമുഖത നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ദളിതരോട് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പം ദളിതരോട് ബി ജെ പിക്ക് എല്ലാ കാലഘട്ടത്തിലും ഇതൊരു സവർണ പാർട്ടി, ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ചു, സവർണ പാർട്ടിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞിപ്പോൾ വലിയ ഘോഷം നടത്തുന്നുണ്ട് ബി ജെ പിയെ എല്ലാ നോക്കൂ, ബി ജെ പി എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ ജനസംഘ കാലഘട്ടത്തിൽ ബാബാ സാഹേബ് അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്നതാണ്, രേഖകളിലുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള അതിൻ്റെ ചാതുർവർണ്ണത്തിനെതിരായി ബാബാ സാഹേബ് അംബേദ്കർ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി ബാബാ സാഹേബ് അംബേദ്കർ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, പാർലമെൻറ്റ് മന്ദിരത്തിലെ 2 പ്രതിമകൾ, നിങ്ങളെല്ലാം പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോയിട്ടുള്ള ആളാണല്ലോ. നോക്കൂ, ചിന്തിക്കാൻ പറ്റില്ലെന്നേ, നമ്മളൊരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കാര്യമാണത്. മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും പ്രതിമകൾ ഇപ്പോൾ പുതിയ പാർലമെൻറ്റിൻ്റെ ബാക്ക് യാർഡിലാണ് ഉണ്ണി. അതായത് പ്രധാനമന്ത്രിക്ക് വഴി നടക്കേണ്ട ആ സ്ഥലത്ത് സെക്യൂരിറ്റി കാരണം അംഗങ്ങൾക്ക്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു ബാക്ക് യാർഡിൽ ഒരു ഏതാണ്ട് പ്രതിമകളുടെ ശവക്കോട്ടയിലാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും പ്രതിമകൾ നിൽക്കുന്നത്. അപ്പോൾ ദളിത് വിരോധം RSSൻ്റെ BJPയുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ്. അതിലെ ഒരു കാര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആളെ നമ്മൾ എന്തിനാണ് ചുരുക്കി കാണേണ്ട കാര്യം? കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ തുടർച്ചയായിട്ടല്ല എങ്കിൽ തന്നെയും 8 പ്രാവശ്യം ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നോക്കൂ, നമുക്ക് എത്ര ദളിത് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഒരു തവണ ജയിക്കും, അല്ലെങ്കിൽ 2 തവണ ജയിക്കും, പിന്നീട് അവർ എക്സ്പോസ്ഡ് ആവും. ആ നിലയിൽ പലരും ചിതറിപ്പോയിട്ടുണ്ടാവും. ഈ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവിടെയും പ്രാധാന്യമുണ്ട്. നോക്കൂ, ഒരു രാഷ്ട്രീയത്തിലുള്ള ഇപ്പോൾ BJD ഭർതൃഹരി അങ്ങനെയല്ലല്ലോ. അതായത് അവിടെ BJDയുടെ അപ്രമാദിത്വമുള്ള കാലഘട്ടത്തിൽ നവീൻ പട്നായിക്കിനെ പറ്റി ജീവിച്ചു. അത് എപ്പോഴോ അപ്രമാദിത്വം അവസാനിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അവസാനിക്കാൻ ഇനി 1 or 2 ഒരു ടേം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറുകണ്ഠം ചാടിപ്പോയ ആളാണ് ഈ പോട്ടെ. അതൊക്കെ അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം. ഏതായാലും കൊടിക്കുന്നിലിൻ്റെ രാഷ്ട്രീയം അതല്ല. കൊടിക്കുന്നിൽ വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൊടിക്കുന്നിൽ കൃത്യമായി പോയി എന്നുള്ളതാണ്. പിന്നെ സന്ദേശം നമുക്കറിയാം, 2014 19 എങ്ങനെയാണോ, അതായത് 16 17 എങ്ങനെയാണോ കൊണ്ടുപോയത് അങ്ങനെ തന്നെയാണ് 24 കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഗോഗ്വാവിളിയാണിത്. അത് 240-ലധികം വരുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് സഭാ സമ്മേളനം നടക്കുന്ന ഏതായാലും ഗോഗ്വാവിളിയും മോദി വിളികളും അതുപോലെ തന്നെ ചരിത്രവിരുദ്ധ പ്രസ്താവനകളും മതഭ്രാന്തി ആവേശങ്ങളൊന്നും ഇന്ത്യൻ പാർലമെൻറ്റ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അരുൺ, എനിക്കൊറ്റ കാര്യം കൂടി പറയാനുണ്ട്. അതായത് അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനകം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അതായത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് ഇതിനകം തന്നെ ഒരു NDA കക്ഷി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. നോക്കൂ, 24-25 സത്യപ്രതിജ്ഞ, 26-ാം തീയതി സ്പീക്കർ അതാണ്. ആ മോഷൻ റൂൾ പ്രകാരമല്ല എന്ന് പ്രൊട്ടം സ്പീക്കർ പറയുകയാണെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അനുസരിച്ച്, അപ്പോൾ ഭരണകക്ഷിയിൽ തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യക്തതയായിട്ടില്ല. പ്രതിപക്ഷം ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നില്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങളോട് ഒരു കക്ഷി ബന്ധപ്പെട്ട്. ഞാൻ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അവിടെ ഒരു നാടകീയ സംഭവം ഉണ്ടാകാതിരിക്കാൻ ഭരണപക്ഷം ശ്രദ്ധാലുവാണ് എന്ന് വേണം ഇതിൽ നിന്ന് കാണാൻ. ഈ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ദളിതനായതുകൊണ്ടാണ് കൊടിക്കുന്നിലിനെ പ്രൊട്ടം സ്പീക്കർ ആകാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇടവേള കൂടി ലക്കീതു എന്നാണ് ചോദ്യം. സുജയ,
എല്ലാത്തിലും ജാതി തിരയുന്നവർക്ക് ജാതി നോക്കി വിലക്കിയെന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. എന്തായാലും ഈ വിഷയത്തിൽ ജാതി നോക്കിയുള്ള ഒരു വിലക്ക്, ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് നടന്ന് പാർലമെന്റിലേക്ക് ഇലക്റ്റായി വരുന്ന ആളുകൾ മാത്രം ഇരിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രോട്ടം സ്പീക്കർ എന്ന് ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടം സ്പീക്കറെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പർ കാസ്റ്റ് ആണോ, അതോ ദളിത് ആണോ, അതോ റിലീജിയസ് മൈനോറിറ്റി ആണോ, അതോ OBC ആണോ എന്നൊന്നും നോക്കിയല്ല. പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് കൂടുതൽ കാലം അംഗമായിരുന്നിട്ടും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നുള്ള ഒരു മലയാളി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ MP ആയ മാവേലിക്കരയിൽ നിന്ന് MP ആയ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെയൊക്കെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം പ്രോട്ടം സ്പീക്കർ ആകും എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന വേളയിൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അടക്കമുള്ള എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷ് വരേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് വരണം എന്നുകൊണ്ട് നമ്മളൊക്കെ പറഞ്ഞതുകൊണ്ട് വരാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രോട്ടം സ്പീക്കറെ ഈ പറയുന്നത് പോലെ ജാതി നോക്കി വിലക്കി എന്ന് പറയുമ്പോൾ ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നത് കൂടി നോക്കണം. ജാതി നോക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പ്രോട്ടം സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ഒരു മാനദണ്ഡമുള്ളതായി എൻ്റെ അറിവിലില്ല. എന്നെക്കാൾ കൂടുതൽ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട്. നേരിട്ട് തന്നെ പാർലമെന്റിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേർ, ഉണ്ണി ബാലകൃഷ്ണൻ സാറും നികേഷ് സാറും. ഈ 2 പേരും കണ്ടിട്ടുള്ള പാർലമെന്റിലും അങ്ങനെ ഒരു നടപ്പ് രീതി ഉള്ളതായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളതായി ഒരിടത്തും പറഞ്ഞതായി കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണങ്ങൾ ഇന്ന് പല മാധ്യമങ്ങളിലും വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വികാരനിർഭരമായ അല്ലെങ്കിൽ വികാരാധീനനായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്നെ ഒഴിവാക്കി. ആദ്യത്തെ വാചകം പക്ഷേ അദ്ദേഹം ജാതി അല്ല പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ജാതി പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു, പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് ജാതിയിലേക്ക് വന്നത്. എന്നെ ഒഴിവാക്കിയത് രാഷ്ട്രീയ കാരണം കൊണ്ട് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണത്തിലെ ആദ്യ വാചകം. 8 തവണ ലോക്സഭാംഗമായി 8ാം തവണ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഞാനാണല്ലോ പ്രോട്ടം സ്പീക്കർ ആകേണ്ടത്. അതാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. അതിനെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം അതിന് 8 തവണ ലോക്സഭാംഗമായ ആൾ എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് അതിന് അർഹനുമാണ്. അവിടെ ജാതി നോക്കി അദ്ദേഹത്തെ വിലക്കി എന്നുള്ള പോയിന്റിനോട് മാത്രമാണ് എൻ്റെ വിയോജിപ്പ്. അത് ഞാൻ വളരെ സ്പെസിഫിക് ആയി പറയുകയാണ്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ആരാണോ മുതിർന്ന അംഗം, അതായത് ആരാണോ ഏറ്റവും കൂടുതൽ കാലം സഭയിൽ അംഗമായിരുന്ന ആൾ, അയാൾ പ്രോട്ടം സ്പീക്കർ ആയിരിക്കുക എന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യൻ പാർലമെന്റിന് ഉള്ളത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ഇനി കൂടുതലായി പറയേണ്ടതില്ലല്ലോ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്, ആ നിയമനം വന്നു കഴിഞ്ഞു, ഭർതൃഹരി മഹ്താബിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കട്ടക്കിൽ നിന്ന് 7 വട്ടം MP ആയ ആളാണ്. അതിൽ 6 വട്ടം BJD ടിക്കറ്റിലാണ്, ഇപ്പോൾ മാത്രമാണ് BJPയിലേക്ക് വന്നത് എന്നതാണ് ഒരു അയോഗ്യതയായി കാണുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരിടത്തും ഒരു പ്രൊസീജിയർ കോഡിലും എല്ലാ തവണയും ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ജയിച്ചു വരുന്ന ആളാകണം പ്രോട്ടം സ്പീക്കർ എന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതും ഇൻവാലിഡ് ആണ്. ആർട്ടിക്കിൾ 95(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ പറയുന്നത് എന്താണ്? ഈ സ്പീക്കറുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ്, അടുത്ത സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള 2 ദിവസമാണ് ഈ പറയുന്ന സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രോട്ടം സ്പീക്കറെ നിയോഗിക്കുന്നത്. ആ പ്രോട്ടം സ്പീക്കർ എങ്ങനെയായിരിക്കണം, അതിന്റെ അസിസ്റ്റ് ചെയ്യുന്ന പാനലിൽ ആരൊക്കെ ഉണ്ടാകണം, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രിക്കുമാണ്. അങ്ങനെയാണ് അതിന്റെ റൂൾസ് പറയുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് പാർലമെന്റിന്റെ എങ്ങനെയാണ് ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റായി ഈ പ്രോട്ടം സ്പീക്കറുടെ പൊസിഷൻ, അത് തെരഞ്ഞെടുക്കേണ്ട രീതി, അതേക്കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയുള്ള മെൻഷൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെയുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹാൻഡ് ബുക്ക് ഓൺ ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, അതിലാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അതിലും പറയുന്നത് എന്താണ്? ഈ അപ്പോയിന്റ്മെന്റും സ്വെയറിങ്ങിനും പ്രോട്ടം സ്പീക്കർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് അതിലെടുത്ത് പറയുന്നത്. അതിൽ ജാതി നോക്കി വിലക്കണമെന്നോ ജാതി നോക്കി തെരഞ്ഞെടുക്കണമെന്നോ ഇത്ര കാലത്തെ ആളെ തെരഞ്ഞെടുക്കണമെന്നോ അതിലും പറയുന്നില്ല. ഇനി ഈ തെരഞ്ഞെടുക്കാനുള്ള അധികാരത്തെപ്പറ്റി ഈ ഹാൻഡ് ബുക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആർക്കാണ്? മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഓർ ദ പ്രൈം മിനിസ്റ്റർ ഐഡന്റിഫൈസ് ദ സ്പീക്കർ പ്രോട്ടം എന്നാണ് ആ ഹാൻഡ് ബുക്കിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത്. ഈ പ്രോട്ടം സ്പീക്കറെ മാത്രമല്ല 3 other മെമ്പേഴ്സ്, ആ 3 other മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാകണം? അതിൽ ഈ സീനിയറായ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുണ്ട്. ഒരേ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെയല്ല സീനിയർ മെമ്പേഴ്സിനെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ അനുമതി തേടുക എന്നതാണ് അടുത്ത ഘട്ടം. ആ അനുമതി തേടിയിരിക്കുന്നു രാഷ്ട്രപതി. അതിനുശേഷമാണ് ഇപ്പോൾ ഭർതൃഹരിയെ പ്രോട്ടം സ്പീക്കറായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ആരായിരുന്നു എന്നതുകൂടി പറഞ്ഞു പോകണമല്ലോ. ഇത്രയും ജാതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ജാതി നോക്കിയുള്ള, അല്ലെങ്കിൽ ജാതി നോക്കിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന അംഗങ്ങൾ ഇരിക്കുന്ന ലോക്സഭയിൽ ജാതി നോക്കി നിയമനം, ജാതി നോക്കിയാണ് വിലക്കിയത് എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. എങ്കിലും ജാതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനും ഒരു ജാതി കണക്ക് പറയാം. കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ആയിരുന്നത് ആരാണ്? വീരേന്ദ്രകുമാർ.
ആ വീരേന്ദ്രകുമാർ എന്ന് പറയുന്നത് BJPയുടെ MP ആണ്. ഇപ്പോഴത്തെ നിലവിലത്തെ ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല 8 തവണ MP ആയ ആൾ ഇരിക്കുന്നത്. ഈ പറയുന്ന വീരേന്ദ്രകുമാറും 8 തവണ MP ആയതാണ്. വീരേന്ദ്രകുമാർ പ്രോട്ടം സ്പീക്കറായി 2019 വരുമ്പോൾ അദ്ദേഹം 7 തവണ ലോക്സഭയിൽ MP ആയിരിക്കുന്നു. അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ 2019 എത്രയാ കണക്ക്? 7 7 ആണ്. BJPയിൽ 7, കോൺഗ്രസിൽ 7. അപ്പോൾ വീരേന്ദ്രകുമാറാണ് അവിടെ പ്രോട്ടം സ്പീക്കറായത്. 2019 ജൂൺ 17 മുതൽ 26 വരെ നടക്കുന്ന പാർലമെന്റിന്റെ ഫസ്റ്റ് സെഷൻ, കഴിഞ്ഞ 17ാം ലോക്സഭയുടെ ഫസ്റ്റ് സെഷനിൽ പ്രോട്ടം സ്പീക്കറായിരുന്നത് വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഇപ്പോൾ 70 വയസ്സായ ആ മനുഷ്യൻ ഒരു ദളിതനാണ് സാർ. ദളിതൻ പ്രോട്ടം സ്പീക്കർ ആയിട്ടുണ്ട്. അതും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ തന്നെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ തന്നെ. കഴിഞ്ഞ ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ ദളിതനായിരുന്നു. അപ്പോൾ ദളിതനായതുകൊണ്ട് വിലക്കി എന്ന് പറയുന്ന വാദം അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2ാം നരേന്ദ്രമോദി സർക്കാരിൽ 2017 മുതൽ അദ്ദേഹം സഹമന്ത്രിയായിരുന്നു. ഇത്തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ 8 തവണ MP ആയിട്ടുണ്ട്. 4 തവണ മധ്യപ്രദേശിലെ ടിക്കംഗഡിൽ നിന്നാണ്. ഡീലിമിറ്റേഷന് ശേഷമാണ്, 2008 ശേഷമാണ് ടിക്കംഗഡിലേക്ക് അദ്ദേഹം മാറിയത്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ സാഗറിൽ നിന്നാണ്. സാഗറിൽ നിന്ന് 4 തവണ MP, അങ്ങനെ ആകെ 8 തവണ MP ആയിട്ടുണ്ട് ഈ പറയുന്ന വീരേന്ദ്രകുമാറും. കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല 8 തവണ MP ആയാൾ. പക്ഷേ ഇപ്പോൾ വീരേന്ദ്രകുമാർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുക എന്നുള്ളത് നടപ്പാകുന്ന കാര്യമല്ല. അത് കഴിയുമ്പോഴുള്ള പരിഗണന കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാൻ കഴിയും. പക്ഷേ അവർ തീരുമാനിച്ചിരിക്കുന്നത്, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള കാര്യം ദ ഹാൻഡ് ബുക്ക് ഓൺ ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിൽ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് തീരുമാനിക്കാം. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന 3ാം വട്ടവും ഭരണത്തിലേറാനായി കൊതിച്ച് ചാടി റീലോഞ്ച് ചെയ്ത രാഹുൽ ഗാന്ധിയും കൂട്ടരും അല്ല തീരുമാനിക്കേണ്ടത്. ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് ഈ ഹാൻഡ് ബുക്കിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദളിതരോടുള്ള വിവേചനം, സവർണരുടെ പാർട്ടിയാണ് BJP എന്ന് പറയുന്ന ഉണ്ണിസാറിന്റെ ശ്രദ്ധയിലേക്ക് ഈ വീരേന്ദ്രകുമാറിനെ അങ്ങ് നന്നായി ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ MP പോലെ തന്നെയാണ് വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന MP-യും. അദ്ദേഹവും വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കയറി വന്നതും MP ആയതും ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്നതും. 70 വയസ്സുണ്ട് ആ മനുഷ്യന്. സാഗറിലെ സൈക്കിൾ റിപ്പയറിംഗ് കടയിൽ അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടെടുത്ത PhD എന്ന് പറയുന്നത് ചൈൽഡ് ലേബറിലാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ, 2ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അദ്ദേഹം ചൈൽഡ് ഡെവലപ്മെന്റിന്റെ MOS ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കഴിഞ്ഞ തവണ പ്രോട്ടം സ്പീക്കർ ആക്കി വെച്ച നരേന്ദ്രമോദി കൊള്ളില്ലാത്തവനാകുന്നത് എപ്പോഴാണ്? കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കാത്തപ്പോൾ. കഴിഞ്ഞ തവണ ചെയ്തതിനെ കുറിച്ച് ആരും പറയില്ല. നിങ്ങൾ ആരും അതേക്കുറിച്ചൊരു മെൻഷൻ പോലും നടത്താതിരുന്നത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാമെന്ന് വെച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ ക്രാന്തി ആന്തോളനിൽ പങ്കാളിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വീരേന്ദ്രകുമാറിനെ കുറിച്ച് ഒരു വരി പോലും പറയാതെ കൊടിക്കുന്നിൽ സുരേഷിനെ ജാതി നോക്കി വിലക്കി എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിലെ കുബുദ്ധി എന്താണ് എന്നുള്ളത് കേരളത്തിന് തിരിച്ചറിയാം. കൊടിക്കുന്നിൽ സുരേഷ് ദളിതനായതുകൊണ്ടല്ല, കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷത്തെ MP ആയതുകൊണ്ടാണ്. രാഷ്ട്രീയം മാത്രമേ ഇവിടെ കാരണമായിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ ജാതിയും മതവും ഒന്നുമല്ല. ജാതിയും മതവും നിറവും ദളിതനാണോ അതോ സവർണനാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല പ്രോട്ടം സ്പീക്കറെ ഇന്ത്യയിൽ തീരുമാനിക്കുന്നത്. ഇനി 3ാം വട്ടവും പ്രതിപക്ഷ MP ആയി കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പുറത്തെ നിരയിൽ ഇരിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഇത്രയും ദളിത് പ്രാധാന്യം ഉറപ്പാക്കണമെന്ന് പറയുന്ന KC വേണുഗോപാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? LOP ആയി തെരഞ്ഞെടുക്കണം കൊടിക്കുന്നിൽ സുരേഷിനെ. രാഹുൽ ഗാന്ധി അല്ല, കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ. ദളിത് പ്രാതിനിധ്യം LOP, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി വരേണ്ടത് കൊടിക്കുന്നിൽ സുരേഷാണ്. പ്രോട്ടം സ്പീക്കർ ആക്കാൻ ഇത്രയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 8 തവണ MP ആയ, ഇത്രയും സീനിയോറിറ്റി ഉള്ള, 35 വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് അതിന് യോഗ്യൻ. എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കുന്നില്ല? അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി വേണം. ദളിതൻ അവിടെ പ്രാധാന്യമില്ല. ദളിതനെ പ്രോട്ടം സ്പീക്കർ ആക്കാത്ത നരേന്ദ്രമോദിയെ ചീത്ത പറയുകയും എന്നാൽ KPCCയുടെ പ്രസിഡന്റ് ആക്കാമല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനം എത്ര കാലമായിട്ട് ആ പാവം ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞും പറയാതെയും എത്രയോ അഭിമുഖങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെയൊക്കെ മുന്നിൽ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം ദളിത് മുഖമായ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാതെ അകറ്റി നിർത്തിയിരിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ ഒരു ന്യായം, നരേന്ദ്രമോദിയെ ചീത്ത പറയാനായി ദളിത് കാർഡ് ഇറക്കുകയും ചെയ്യും. കൊടുക്കുന്നിൽ സുരേഷിന് അർഹതപ്പെട്ടത് തന്നെയാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ് സ്ഥാനം. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അത് കൊടുക്കാൻ തയ്യാറാകാത്ത നേതാക്കളാണ് പ്രോട്ടം സ്പീക്കർ. 2 ദിവസം സത്യപ്രതിജ്ഞയ്ക്കായിരിക്കുന്ന ആ പദവി കൊടുക്കാത്തതിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെയും BJPയുടെയും NDAയുടെയും മെക്കിട്ട് കയറുകയും ന്യായാന്യായങ്ങൾ ചമയ്ക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ദളിതൻ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല. ദളിതനോ ജാതിയോ മതമോ ഒന്നുമല്ല. രാഷ്ട്രീയം നോക്കി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2018 മെയ് 20 സുപ്രീം കോടതിയിൽ കർണാടകയിലെ പ്രോട്ടം സ്പീക്കർ നിയമനം, നിയമസഭയിലെ പ്രോട്ടം സ്പീക്കർ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നിരുന്നു. അതിലെ ഉത്തരവിൽ ഇങ്ങനെയാണ് ജസ്റ്റിസ് AK സിക്രിയും
എസ് എ ബോബ്ഡെയും അശോക് ബോബ്ഡെയും ചേരുന്ന ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ് ദാറ്റ് സീനിയർ മോസ്റ്റ് MLA ഹാസ് ടു ബി പ്രോട്ടം സ്പീക്കർ. അത് കർണാടക നിയമസഭയുടെ കാര്യത്തിലാണ്. പാർലമെന്റിന്റെ കാര്യത്തിൽ ഈ ഹാൻഡ് ബുക്കിലെ കാര്യം ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ സീനിയർ മോസ്റ്റ് MLA ആകണം എന്നത് നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ദളിത് പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ ദളിതനോടുള്ള അവഗണന മൂലം കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ മുന്നിൽ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അത് കൊടുത്തില്ല എന്നുള്ള വാദം എന്ന് പറയുന്നത് ഒരു യുക്തിയും ഇല്ലാത്തതാണ്. അത് നിലനിൽക്കുന്നതല്ല. അത്രയും സ്നേഹമുള്ളവർ ഇവിടെയാണ് അദ്ദേഹത്തെ നിർത്തേണ്ടത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സാമൂഹ്യനീതി വകുപ്പ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് ഒരു ദളിതനാണ്. ഈ സ്വന്തം മണ്ഡലം കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം മാന്യനായ നേതാവാണ്. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം മറ്റൊരു ദളിത് നേതാവിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ? അടുത്ത തവണയെങ്കിലും 2029 മറ്റൊരു ദളിത് നേതാവ് കോൺഗ്രസ് ടിക്കറ്റിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതിന് കൂടി അദ്ദേഹം മറുപടി പറയണം. കാരണം സ്വന്തം സമുദായത്തെക്കുറിച്ച് ദളിതനാണെന്ന് പറഞ്ഞ് വിലക്കി എന്ന് പറയുമ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടുതൽ ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ ദളിത് സ്നേഹം ഇങ്ങനെ പറയുന്ന ആളുകൾ അത് പറയണം. 10 തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചത്. എല്ലാ തവണയും അദ്ദേഹം പറയും ഞാൻ ഇത്തവണ മാറി നിൽക്കാൻ പോവുകയാണ്. പക്ഷേ പാർട്ടി നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയും ചെയ്യും. അദ്ദേഹം ആഗ്രഹിക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനവും കേരളത്തിൽ പ്രവർത്തനവും ഒക്കെ തന്നെയാണ് എന്നുള്ളത് സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ 2 ഇടത്തായി അദ്ദേഹം തുറന്നിരിക്കുന്ന ഓഫീസുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ദളിതരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്കും KC വേണുഗോപാലിനും ഒക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണം. അറ്റ്ലീസ്റ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എങ്കിലും ആക്കണം. ഇനി നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം കൂടി പറയാം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ 10 ദളിത് മന്ത്രിമാരുണ്ട്, 27 OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, 5 ട്രൈബൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നവരുണ്ട്, 5 റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്. ഉണ്ണിസാർ പറഞ്ഞ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 21 മാത്രമാണ്. ഈ 72 നരേന്ദ്രമോദി അടക്കമുള്ള 72 21 മാത്രമാണ് അപ്പർ കാസ്റ്റ്. അപ്പോൾ സവർണറുടെ പാർട്ടിയാണ് വെറുതെ അങ്ങ് പ്രതിനിധാനം ചെയ്യുകയാണ്. അങ്ങ് ഉപയോഗിച്ചത് സിംബോളിക് റെപ്രസെന്റേഷൻ. ഈ മന്ത്രിമാരൊന്നും ഈ വകുപ്പുകളിൽ പോയി സിംബോളിക്കായിരുന്നാൽ പോരാ, പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാമൂഹിക നീതി വകുപ്പ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യേണ്ടാത്ത വകുപ്പാണെന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ അന്തരിച്ച രാംവിലാസ് പാസ്വാനും തവർചന്ദ് ഗെഹ്ലോട്ടും ഈ MOS ആയി വീരേന്ദ്രകുമാറും ഒക്കെ പെർഫോം ചെയ്തതുപോലെ തന്നെ ഇവിടെ ചിരാഗ് പാസ്വാൻ ആയാലും വീരേന്ദ്രകുമാർ ആയാലും മാഞ്ചി ആയാലും ഒക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടിരിക്കാം. ദളിതരോടുള്ള ഈ വ്യാജ പൊയ്മുഖം അണിഞ്ഞുകൊണ്ടുള്ള ഈ വ്യാജ സ്നേഹവും ഈ കപടയുക്തിയും ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൊടിക്കുന്നിൽ സുരേഷ് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഭർതൃഹരി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്, അല്ലാതെ ദളിതരോടുള്ള അവഗണനയോ അവരോടുള്ള വിയോജിപ്പോ അവരെ പുറത്താക്കി നിർത്തലോ അല്ല. ഞാൻ ആവേശത്തോടുള്ള ആർഗ്യുമെന്റ് കണ്ടപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് താങ്കൾ ഈ റൂൾ ബുക്കിനെ നിർവചിച്ചത്. റൂൾ ബുക്കിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? റൂൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോസസ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറയൂ, താങ്കൾക്ക് വിയോജിപ്പുള്ള ഘടകം പറയൂ. സീനിയർ മോസ്റ്റ് മെമ്പർ എന്നാണ്. ആ സീനിയർ മോസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് എന്താ കൃത്യമായി പറയും? ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെയാ ലംഘിക്കപ്പെടുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതെന്ന് പറയുന്നത് പ്രൊവിഷൻ മാത്രമാണ്, അല്ലാതെ ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു മസ്റ്റ് ആക്കിയിട്ടില്ല. ഡോക്ടർ അരുൺ, അതൊരു മസ്റ്റ് അല്ല. ഇത് പാർലമെന്റിലെ അഫയേഴ്സ് നിയന്ത്രിക്കുന്ന മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ഹാൻഡ് ബുക്കിലെ റൂളാണ്. റൂളാണല്ലോ. ഇതേ റൂൾ നോക്കി തന്നെയാണ് കിരൺ റിജിജു എന്ന് പറയുന്ന പാർലമന്ററി കാര്യമന്ത്രി, ഇതിനു മുൻപത്തെ പ്രഹ്ലാദ് ജോഷി ഇവരൊക്കെ നിർവചിച്ചിരിക്കുന്നത്. അവരെക്കാൾ അറിവ് അങ്ങേക്ക് ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാനത് സമ്മതിക്കും. അതല്ലല്ലോ നമ്മുടെ ഒബ്ജക്ഷൻ ഞാൻ പറഞ്ഞു തന്നോട്ടെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം വളരെ ക്ലിയർ ആയി തന്നെ പറയുന്നു. എന്താണ്? നോർമലി ദ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് ആർ ജനറലി ചൂസൺ ഫോർ ദിസ് പർപ്പസ്. നോർമലി അബ്നോർമലായിട്ട് ഇവിടെ എന്താ അബ്നോർമലായിട്ട് സംഭവിക്കുക എന്നുള്ളതല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം തീർന്നില്ല. അപ്പൊ അബ്നോർമലായി സംഭവിച്ചിരിക്കുന്നത് നേരെ പറഞ്ഞല്ലോ, വീരേന്ദ്രകുമാറും ദളിതനാണ്, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും ദളിതനാണ്. 2 ദളിതുകൾ വരുമ്പോൾ നിങ്ങൾ ദളിതനെ തിരഞ്ഞെടുക്കുന്നു. ഒരു ദളിത് 8 വർഷത്തെ സീനിയോറിറ്റിയുമായി നിൽക്കുന്നു, മറ്റൊരു നോൺ ദളിത് 7 വർഷത്തിന്റെ സീനിയോറിറ്റി കുറവുമായി നിൽക്കുന്നു. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? അങ്ങേക്ക് ജാതി തരണമെങ്കിൽ തിരഞ്ഞോളൂ. ഞാൻ ഈ ചോദ്യത്തോടോ ഇങ്ങനെയുള്ള നിങ്ങൾ എത്ര കഴിഞ്ഞ പാർലമെന്റിൽ മനേകാ ഗാന്ധിയെ ആണ് രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്തത്, ദളിതനായ വീരേന്ദ്രകുമാറിനെയല്ല. അപ്പോൾ മനേകാ ഗാന്ധി കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കാത്തത് കൊണ്ട് BJPയുമായി പിണങ്ങി നിൽക്കുന്നതിനാൽ തനിക്ക് പ്രൊട്ടേം സ്പീക്കർ ആകേണ്ട എന്ന് അറിയിച്ചതുകൊണ്ട് വീരേന്ദ്രകുമാറിലേക്കും, അതായത് 7 തവണ ജയിച്ച വീരേന്ദ്രകുമാറിലേക്കും 7 തവണ ജയിച്ച കൊടിക്കുന്നിലേക്കും എത്തി. അവിടെ 2 ദളിതന്മാരിൽ വീരേന്ദ്രകുമാറിനെ തിരഞ്ഞെടുത്തു.
അതായത് ഇപ്പോ ഒരു വിജയ പറഞ്ഞത് ദളിതനല്ലാത്ത സ്പീക്കർ ജൂനിയർ ആരും മനേകാ അംഗം ഗാന്ധി അല്ല, സുജയ പറഞ്ഞതിന്റെ വീരേന്ദ്രകുമാറാണ്. വൈരുദ്ധ്യം സർ, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാണ്? നികേഷ് സാർ പറയൂ. ഒരു മിനിറ്റ്. സുജയ് പറഞ്ഞതിലെ വൈരുദ്ധ്യം, സുജയ് പറഞ്ഞത് തെറ്റി എന്ന് സ്ഥാപിക്കാനേ നിങ്ങൾ രണ്ടുപേരോട് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. നികേഷ് സാർ, പ്രോട്ടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തത് ആരാണ്? നോക്കൂ, വീരേന്ദ്രകുമാറാണ്. അല്ല, പ്രോട്ടൈം സ്പീക്കറായിട്ട് ആർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്ത്? വീരേന്ദ്രകുമാർ ആയിരുന്നോ മനേകാ ഗാന്ധി ആയിരുന്നോ 2019 അതല്ലേ പറഞ്ഞത്. രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് മനേകാ ഗാന്ധിയാണ്. മനേകാ ഗാന്ധിക്ക് പ്രൊട്ടൈം സ്പീക്കർ എന്ന് പറയുന്ന ഔപചാരിക പദവി ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വീരേന്ദ്രകുമാറിലേക്കും അതുപോലെ തന്നെ finally ആരാണ്? അതില് കോൺഗ്രസ്സുകാരനായ കൊടിക്കുന്നിലെ മാറ്റി. കഴിഞ്ഞ തവണ ഈ വിവാദം ഉണ്ടായിരുന്നില്ലല്ലോ. ശരി, രാഷ്ട്രീയമാണ്. മാറ്റി. കഴിഞ്ഞ തവണ മാറ്റിയത് രാഷ്ട്രീയമാണ്. ഇത്തവണ സീനിയറായിട്ടുള്ള ദളിതനായ കൊടിക്കുന്നിലിനെ മാറ്റിക്കൊണ്ട് ജൂനിയറായ നോൺ ദളിതിനെ ദളിത് വിരോധം കാണുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ദളിത് വിരോധം അപ്പോൾ പറയും രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നവരെയൊക്കെ നിയമിച്ചിട്ടില്ലേ എന്നാണ്. നോക്കൂ, ആ രാഷ്ട്രപതിയായി നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ല, അതവിടെ നിൽക്കട്ടെ. നോക്കൂ, നമ്മൾ ഞാൻ വീണ്ടും ആ ബോഡി ലാംഗ്വേജിലേക്ക് പോവുകയാണ്. പ്രണബ് മുഖർജി പ്രസിഡന്റായി നിന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ പ്രണബ് മുഖർജിയോടുള്ള ബോഡി ലാംഗ്വേജും പിന്നീട് രാംനാഥ് കോവിന്ദിനോടും ദ്രൗപദി മുർമുവിനോടുള്ള ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതിയെന്ന് ഈ പാർട്ടിക്ക്. കൊടിക്കുന്നിൽ സുരേഷിനോട് കേരളത്തിലെ കോൺഗ്രസിനുള്ള താല്പര്യക്കുറവും കൂടി അങ്ങ് പറയണം. എന്തുകൊണ്ടാണ് അദ്ദേഹം അടുത്തത് ഇതുവരെ ആയിട്ടില്ല? ഒരു കാര്യം പറയട്ടെ. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം കെ സുധാകരനെ പോലെയോ അല്ലെങ്കിൽ VM സുധീരനെ പോലെയോ കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെയോ സീനിയർ ആയിട്ടുള്ള ഒരാളല്ലാതെ അദ്ദേഹം ഈ പറയുന്ന ദളിത് കാർഡിൽ വന്ന് പ്രസിഡന്റ് ആകേണ്ട ഒരാളുമല്ല. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റാണ്. അല്ലല്ല, പറയട്ടെ. ഇനി കഴിഞ്ഞ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് ആരാ? കൊടിക്കുന്നിൽ സുരേഷാണ് കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കഴിഞ്ഞ ലോക്സഭയിൽ. അപ്പം കഴിഞ്ഞ ലോക്സഭയിൽ ചീഫ് വിപ്പായിരുന്നു, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. പിന്നെ സുജയ പറയുന്നൊരു കാര്യമുണ്ട്, ജാതിയൊന്നും നോക്കാതെയാണ് ഈ രാജ്യത്ത് വോട്ട് ചെയ്തത്, നമ്മൾ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്. ഇന്ന് ഇന്ത്യയിൽ 131 മണ്ഡലങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാ. 84 SC 84 പറയട്ടെ 84 ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാണ് 84 പിന്നെ SC മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട്, 47 ST മണ്ഡലങ്ങൾ ഈ രാജ്യത്തുണ്ട്. എങ്ങനെയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ? അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കാതെ അതിലേക്ക് വരാമെന്നേ. അതല്ലെന്നേ ഞാൻ കേട്ടു. ആയിക്കോട്ടെ, ഞാനിപ്പം 3 കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. ഒന്ന്, ജാതി അടിസ്ഥാനത്തിൽ സംവരണമുണ്ട്. അതിനൊരു എളിയ മറുപടി തന്നാൽ മതി. അല്ല, ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞ. അല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങളിപ്പം ചർച്ച ചെയ്തല്ലോ. 2-3 കാര്യങ്ങളൊന്നും പറഞ്ഞു തീർത്തേക്കാം. ഒന്ന്, കൊടിക്കുന്നിൽ സുരേഷിനോട് കോൺഗ്രസ് വലിയ നീതികേട് കാണിച്ചു എന്നുള്ള ആർഗ്യുമെന്റ് തെറ്റ്. അദ്ദേഹം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. 2, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പാണ്. ഇനി 3, രാജ്യത്ത് സംവരണ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുണ്ട്, 131 മണ്ഡലങ്ങളുണ്ട്. അവിടെ ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് നടക്കുന്നത്. ഇനിയുള്ളത് പ്രോട്ടൈം സ്പീക്കറായിട്ട് വരുമ്പോൾ ജാതിക്ക് സംവരണമുണ്ടോ? ജാതിക്ക് സംവരണമില്ല. അവിടെയാണ് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ദളിതനായ ഒരു മനുഷ്യൻ അപ്പുറത്താണെങ്കിൽ പോലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കാനും പാർലമെന്റിനെ ബഹുമാനിക്കാനും തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ പ്രോട്ടൈം സ്പീക്കർ ആയിക്കോട്ടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് തീരുമാനിക്കും. അത് ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാ. വേറൊരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയില്ല. BJPയുടെ ഒരു വെർഷൻ ഇവിടെ പറയുകയുണ്ടായി. അതായത് പ്രതിപക്ഷ നേതാവ് പദവി ദളിതിന് കൊടുക്കും. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എല്ലാവരോടും ഒന്നിച്ചിങ്ങനെ വാദിക്കാതെ എന്റെ ഓരോ വാദവും ആവേശം. താങ്കൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ തെറ്റായി വ്യാഖ്യാനിച്ചു. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഞാൻ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സീനിയർ മോസ്റ്റ് നോർമലി എന്നുള്ളതാണ് തവണ തെരഞ്ഞെടുത്തത് മേനകാ ഗാന്ധിയാണ്. താങ്കൾ അത് തെറ്റായി വ്യാഖ്യാനിച്ചു. ഇത്തവണയുള്ളത് ഒരു ദളിതും നോൺ ദളിതും, ഒരു ദളിതനായ സീനിയർ മോസ്റ്റും ഒരു നോൺ ദളിതനായ ജൂനിയറിനെ കഴിഞ്ഞ പ്രോട്ടസ്റ്റ് സ്പീക്കർ ആരാണ്? താങ്കൾ പറയൂ. മേനകാ ഗാന്ധിയെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് വീരേന്ദ്രകുമാറിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരുടെയാണ് പരിഗണന? സ്പീക്കർ ഓഫ് 17th ലോക്സഭ ആരാണ്? എന്താണ് രേഖകളിലുള്ള പേര് ഏതാണ്? 5 പോയിന്റും യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടല്ലോ സുജയ. ഡോക്ടർ അരുണിന്റെ ജാതിവാദം മാത്രം എല്ലാ കാലവും എന്റെ അല്ല, ഭരണഘടന ജാതി അടിസ്ഥാന
നിയമനത്തിൽ സംവരണം കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ജാതി ഒരു പിന്നാക്ക ലക്ഷണമാണ്. 17ാം ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കർ വീരേന്ദ്രകുമാറാണ്. പാർലമെന്റിന്റെ രേഖകളിലുള്ളതാണ്. അല്ല, സമ്മതിച്ചു. വീരേന്ദ്രകുമാർ ദളിതനാണ്. ഇത്തവണ വീരേന്ദ്രകുമാറിന് ദളിതനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുത്തു, അദ്ദേഹത്തിന് പ്രതിരോധ വകുപ്പോ ധനവകുപ്പോ, അദ്ദേഹത്തിന് എന്തിനേറെ പ്രധാനമന്ത്രി പദമോ കൊടുത്ത് അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ല. പകരം അദ്ദേഹത്തിന് ധാരാളം അതൊക്കെ നമുക്ക് അവിടെ നടന്നു. അതുകൊണ്ട് തന്നെ ജാതി നോക്കി വിലക്കിയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3 പേർ, നോ എന്ന് 1. ആ നോ എന്റെ Meet the editors.